ബിഫോർ ഐ സ്റ്റാർട്ട് ഷിറ്റിംഗ് ഓൺ പോർത്തുഗൽ നമുക്ക് ഒന്ന് രണ്ട് അപ്പോളജീസ് നടത്താനുണ്ട്. ഫസ്റ്റ് അപ്പോളജി ടു മിസ്റ്റർ റൊണാൾഡീഞ്ഞോ. നിങ്ങളുടെ ഫുട്ബോൾ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഞങ്ങൾ സംശയിക്കാൻ പാടില്ലായിരുന്നു. അവർ ഫാൾട്ട്. സെക്കൻഡ് അപ്പോളജി ഗോസ് ടു റാൽഫ് റാഗ്നിക്. സംഭവം ഒന്നുമില്ല. അന്നത്തെ മാൻ യുണൈറ്റഡ് പീരീഡിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും മാൻ യുണൈറ്റഡ് ബോർഡ് ആയാലും ഫാൻസ് ആയാലും എല്ലാവരും ആൾക്കെതിരെ വളരെ പെട്ടെന്നാണ് തിരിഞ്ഞത്. ബട്ട് ആള് വിചാരിച്ച ടൈപ്പ് പ്ലേയേഴ്സിനെ, ആവശ്യപ്പെട്ട ടൈപ്പ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആൾക്കൊരു സോളിഡ് ആയിട്ടുള്ള വിഷൻ ആൻഡ് ടാക്ടിക്സ് ഉണ്ട്. അത് വർക്ക് ചെയ്യിക്കാൻ ആളെ കൊണ്ട് കഴിയുമെന്ന് ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രിയയുടെ സ്ക്വാഡ് നോക്കിയാൽ നമുക്കറിയാം, അത് അത്ര സ്റ്റാർ സ്റ്റഡഡ് സ്ക്വാഡ് ആയിട്ടൊന്നല്ല. അവരിങ്ങനെ കളിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു കെമിസ്ട്രി ഉണ്ട്, അവർക്ക് ആക്ച്വലി ഒരു ടാക്ടിക്സ് ഉണ്ട്. എന്തായാലും ഓസ്ട്രിയയുടെ ഈ ഒരു പെർഫോമൻസിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു റാൽഫ് റാഗ്നിക്. ആൻഡ് ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി. യൂറോ 2024 പോർച്ചുഗലിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ തേർഡ് മാച്ച്. എന്ത് ഊള പെർഫോമൻസ്. ഞാൻ അത്രക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം സ്റ്റാർട്ടിംഗ് ലെവലിൽ അത്രക്കും വലിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടാണ് ജോർജിയക്കെതിരെ അവര് കളിക്കാൻ ഇറങ്ങിയത്. ആൻഡ് ഒറ്റയടിക്ക് ആ പ്ലേസ് മൊത്തം ക്ലിക്ക് ആവാന്നുള്ളതൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ്. പിന്നെ 3 ബാക്കും കൂടെയാന്ന് കണ്ടപ്പോൾ ഉറപ്പായി ആവശ്യമില്ലാത്ത കുറെ പൊസിഷനും പാസിംഗ് സ്റ്റാറ്റ്സും മാത്രമേ കളി കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ 2-0 ജോർജിയക്കെതിരെ തോൽക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അത് പുതിയൊരു അറിവായിപ്പോയി. ഓരോ മേലുള്ള എക്സ്പെക്ടേഷൻ അത്രക്കും താഴെ, പക്ഷെ അതിന്റെയും താഴെ പെർഫോം ചെയ്യും. അന്റോണിയോ സിൽവ 20 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയണില്ല. ഹി വാസ് പ്ലേയിങ് അഗെയിൻസ്റ്റ് പോർച്ചുഗൽ മാൻ. 2 സീരിയസ് മിസ്റ്റേക്സ്, രണ്ടും പോർച്ചുഗൽ കൺസീഡും ചെയ്തു. 2-ാം മിനിറ്റിലൊക്കെ അങ്ങനെ ഒരു പാസ് കൊണ്ട് ആളെന്താ ഉദ്ദേശിച്ചതെന്ന് ആർക്കും അറിയില്ല. അവിടെ തൊട്ട് കളി പോയതാ. ഞാൻ ആളെ മാത്രം കുറെ ക്രിറ്റിസൈസ് ചെയ്യല്ല. ആ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനും മര്യാദക്ക് കളിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, പോർച്ചുഗലിന്റെ എന്താ പറയാ ജനറേഷണൽ സ്ക്വാഡ്, ഇത് സ്ക്വാഡ് ഡെപ്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഈ പ്ലേയേഴ്സ് ഒന്നും ഒരു മണ്ണാങ്കട്ടിയും കാണിക്കണില്ല. ആകെ ജോവ് ഫെലിക്സ് കുറച്ചു നേരം എന്തൊക്കെയോ ട്രൈ ചെയ്തു എന്നല്ലാതെ വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അണ്ണന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അണ്ണൻ അഗെയിൻ പന്ത് അധികം ഒന്നും കിട്ടിയില്ല. 1-2 ചാൻസ് കിട്ടി. ബട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അണ്ണനെ ലോൺ സ്ട്രൈക്കർ ആക്കിയിട്ട് കളിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല. എക്സ്പെഷ്യലി ബസ് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉറപ്പിച്ച് കളിക്കുന്ന ടീംസിനെതിരെ നോ ചാൻസ്. അതുകൊണ്ടാണ് ദിയോഗോ ജോട്ട പ്ലസ് CR7 ട്രൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമാണ്. ഡിഫൻസിന് അത്ര എളുപ്പമാണ് CR7 പൂട്ടാൻ. അല്ലെങ്കിൽ 66 മിനിറ്റ് കളിച്ചിട്ട് 18 ടച്ച്. അതിൽ കുറെ പോർച്ചുഗീസ് പ്ലേയേഴ്സ് പാസ് കൊടുക്കാത്തുണ്ട്, കുറെ അണ്ണൻ ബാക്ക് പാസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കോച്ചിന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ആൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് 16 നമുക്ക് കാണാം. റൗണ്ട് ഓഫ് 16 കാര്യം പറഞ്ഞപ്പോഴാ യൂറോ 2024 പോർച്ചുഗലിന്റെ ജേണി ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ട്. റൗണ്ട് ഓഫ് 16 സ്ലോവേനിയക്കെതിരെ കളിക്കും. അതിനുശേഷം ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി ഇവർക്കെതിരെ ഒക്കെ കളിക്കണം. ഫൈനലിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ആൻഡ് കുറെ ആളുകൾ ഉണ്ടാവും കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ബെസ്റ്റ് ടീംസിനൊക്കെ തോൽപ്പിക്കണം എന്നുള്ള ഒപ്പീനിയൻ ഉള്ളവര്. പക്ഷേ റിയലിസ്റ്റിക്കലി നമുക്ക് ഒരു വലിയ ടീമിനെ തോൽപ്പിക്കുക, 2 വലിയ ടീമിനെ തോൽപ്പിക്കുക. പക്ഷെ എല്ലാ ലെവലിലും വലിയ ടീമുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും നടക്കാൻ പോണില്ല. എക്സ്പെഷ്യലി പോർച്ചുഗലിന്റെ കാര്യത്തിൽ ഓവറായിട്ട് പ്രതീക്ഷ വെക്കല്ലേ. കോമഡി എന്താണെന്നറിയോ, ബ്രാക്കറ്റിന്റെ ഈ സൈഡില് പോർച്ചുഗൽ, സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ് എല്ലാരും കൂടെ ആ ഒരു സ്പോർട്ടിന് വേണ്ടിയിട്ട് അടിണ്ടാക്കുക. അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലണ്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുക. ഓരവിടെ സുഖിച്ചിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഓരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അത്രക്കും ഫ്രോജുലന്റ് ആയിട്ടുള്ള സ്ക്വാഡ്, ടാക്ടിക്സ്, കോച്ച്, ഫാൻസ്. It's coming home. It's not coming home, you frauds. Guys, don't worry. ആ ഒരു പെനാൽറ്റിയുടെ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല. That fraudulent referee man. Like 1 സെക്കൻഡ് ജേഴ്സിയിൽ പിടിച്ച് വിട്ടതൊന്നല്ല, 5-6 സെക്കൻഡ് CR7 ജേഴ്സി ആ ചെങ്ങായി പിടിച്ച് വലിച്ചീനു. എനിക്ക് തോന്നുന്നുണ്ട് ആള് കൊറഡോണക്ക ജേഴ്സി കൊടുക്കുന്നു പേടിച്ചിട്ട് ആൾക്ക് വേണ്ടി എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ബോക്സിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഇറ്റ്സ് എ പെനാൽറ്റി. റഫറി വാർ ഒരു ഒഫീഷ്യലും ഒരു മണ്ണാങ്കട്ടി കാണിച്ചില്ല. എല്ലാത്തിനും പുറമെ CR7 ഒരു യെല്ലോ കാർഡും കൊടുത്ത റഫറി. വാവ്, ഓൾവേസ് അഗെയിൻസ്റ്റ് അണ്ണൻ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിവേ, അത്രക്ക് കരച്ചിലേ ഞാൻ ഇന്ന് കരയുന്നുള്ളൂ. ബാക്കി നമുക്ക് പോർച്ചുഗൽ പുറത്താവുമ്പോ കരയാം. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.